ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾ തമ്മിലിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം സമയം ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ. ഇതാ ബെഡിൽ തന്നെയാണുള്ളത്. ഞാനുള്ളത് അമ്മമ്മേൻ്റെ വീട്ടിലാണ്. അപ്പം ഇന്നലെ എനിക്ക് പീരിയഡ്സ് ആയി. ഒരു പുലർച്ചെ ഒരു 4:30 ആയപ്പോൾ വീട്ടിൽ നിൽക്കാൻ പറ്റൂല. അവിടെ അച്ഛനും അനിയനും പിന്നെ മാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ തറവാട്ടിലൊക്കെ ഉണ്ട്, പക്ഷേ ഏട്ടന്മാരും അവിടെ എല്ലാവരും മാല ഇട്ടുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ ഒരു 4:30 ടൈമിൽ ഞാൻ 4:45 ആയിട്ടുണ്ടാവും. എനിക്ക് ഇതായി പഠിച്ചേക്ക് ഭയങ്കര പെയിനേനു. പിന്നെ അവിടുന്ന് വേഗം തന്നെ അമ്മ ഇങ്ങോട്ട് കൊണ്ടാക്കി തന്നു. അധികം ദൂരമൊന്നുമില്ല, ഇങ്ങോട്ട് കൊണ്ടാക്കി തന്നു. അപ്പോൾ ഇന്നലെ ഭയങ്കര പെയിനും ആ ഒരു ഇതിലൊക്കെ ആയിരുന്നു. പിന്നെന്നുണ്ടെങ്കിൽ കുറേ ആയി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഞാൻ കുറേ ആയി. അപ്പം ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം ആദ്യം തന്നെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഞാനൊന്നും ചെയ്തില്ല. അപ്പോൾ ജസ്റ്റ് എണീച്ചിട്ടേ ഉള്ളൂ. ഇനിയുമ്പൊക്കെ ഒന്ന് ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിക്കണം. ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ എനിക്കൊന്നും ചെയ്യാനില്ല. വീട്ടിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചെയ്യും. ഇവിടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫുഡ് കഴിക്കുക, കിടക്കുക, ഫോൺ കളിക്കുക, TV കാണുക, വേറെ പരിപാടിയൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവിക്കും, നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, ഞാൻ പോയിട്ട് ഫ്രഷായിട്ട് വരാം. ബൈ. അപ്പോൾ അതാ ഞാൻ ഒന്ന് ഫ്രഷായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ആദ്യം നമുക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കാനുണ്ട്. ഞാൻ ഡെയിലി രാവിലെ ഗ്രീൻ ടീ കുടിക്കുന്നതാണ്. അപ്പം അതുണ്ടാക്കാനുണ്ട്. ഇന്നലെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം ഇന്നലെ ഞാനത് സ്കിപ്പ് ചെയ്തു. ഇന്നലെ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു രാവിലെ പൊളിച്ച് ഇങ്ങോട്ട് വരുന്നത് പിന്നെ പെയിനൊക്കെ ആയിട്ട് ഉറങ്ങിപ്പോയി. രാവിലെ ഉണ്ടാക്കാനുള്ള മൈൻഡൊന്നും ഇല്ലായിരുന്നു. ഞാൻ എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്നലെ അമ്മച്ചൻ വീട്ടിലേക്ക് പോയപ്പം അമ്മച്ചൻ്റെ അടുത്ത് ഇങ്ങോട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് അമ്മച്ചൻ എടുത്തിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കണം. ഇവിടെ കറണ്ടില്ല. ഇവിടെ കറണ്ട് പോയിട്ട് കുറച്ച് നേരം എപ്പോഴാണ് വരുമോയെന്ന് അറിയില്ല. അപ്പോൾ ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഒക്കെ വരും. അപ്പോൾ നമുക്ക് പോയിട്ട് ഗ്രീൻ ടീ ഉണ്ടാക്കാം. ഞാൻ അടുക്കളയിലേക്ക് വരുമ്പോഴത്തേക്ക് അമ്മമ്മ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് തിളച്ചിട്ട് ഒന്നുമില്ല. ഇതാണ് സാധനം. ഇത് ഞാൻ വയനാട് പോയപ്പോൾ മേടിച്ചതാണ് ഈ ഇല. അപ്പോൾ നമ്മൾ ഇത് കുറച്ചിട്ടാൽ മതി. ഒരു കയ്യിൽ കുറച്ചെടുത്തിട്ട് അതിട്ടാൽ മതി. അപ്പോൾ എനിക്ക് മാത്രം അതിനെ കൊണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ഗ്രീൻ ടീ ഇട്ടല്ലേ. എന്താ പരിപാടി? ഒന്ന് കറി വെക്കാൻ സാമ്പാർ വെക്കാം എന്ന് വിചാരിക്കുന്നു. വെണ്ടയ്ക്കൊന്നും വേണ്ട. വെണ്ടയ്ക്കൊന്നും വേണ്ട. വെണ്ടക്ക ഇല്ലാത്ത സാമ്പാറാണ്. വെണ്ടയ്ക്ക ഇല്ലാത്ത സാമ്പാർ ഞാൻ അങ്ങനെ വെക്കാം. വെണ്ടക്ക ഇല്ലാത്ത സാമ്പാർ. ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളി അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒരു പടു സാമ്പാർ. സാമ്പാർ എന്ന് പറയാൻ പറ്റുമോന്ന് അറിയില്ല. പടു സാമ്പാർ എന്ന് പറയുക. വെണ്ടക്ക ഇല്ലാതെയും വേണ്ടേ നമുക്ക് സാമ്പാർ വെക്കാം. പണ്ട് സ്കൂളില് സാമ്പാറിലൊക്കെ ഞാൻ ഉണ്ടാവും. വലിയ കഷ്ണാക്കിട്ടല്ലേ മുറിച്ചിടുക. സദ്യയിലൊന്നും സാമ്പാർ തോലെടുക്കൂല. സാമ്പാറില്ല, ഉരുളക്കിഴങ്ങ്. സാമ്പാറിൽ ഉരുളക്കിഴങ്ങ് തോലെടുക്കില്ല. പക്ഷെ അതെന്തോ മാറിയില്ല, നമ്മള് ഇങ്ങനെ തോല് ഒളിച്ച് കുറിച്ചതിനൊക്കെ ഉണ്ട്. എനിക്ക് പണ്ടേ ഇങ്ങനെ മുറിച്ച ശീലമായിട്ട് എനിക്ക് ഇങ്ങനെ മുറിക്കാൻ സമാധാനം. സ്കൂളിലൊക്കെ ഇങ്ങനെ കാണാം സാമ്പാറിൽ ഇങ്ങനെ, എന്നിട്ട് തോല് വലിയ കഷ്ണല്ലേ ഉണ്ടാവും ഉരുളക്കിഴങ്ങിന്റെ, എന്നിട്ട് തോല് ഇങ്ങനെ പൊളിച്ചെടുക്കും. പക്ഷെ അതെന്തോ മാതിരിയാണ്. പിന്നെ സാമ്പാർ എന്ന് പറയാനൊന്നും പറ്റൂല. എന്തോ ഒരു വെള്ളത്തില് കുറച്ച് പൊടിയും കലക്കി പൊടിയിട്ടിട്ട് അല്ല ഒരു കാര്യത്തിന് നമ്മളെ ഇങ്ങനെ സാട്ടുകൂട്ട് സാമ്പാർ വെക്കുമ്പോ അതിനൊരു ടേസ്റ്റ് പറയാം. വേറെ ഉണ്ടാവും. പൊടിയിട്ടിട്ട് ഞാനൊക്കെ അവിടെ വെക്കല്ലേ ചിലപ്പോ അമ്മയൊക്കെ നല്ല. എന്നാലും ആ ഒരു കുറുക്കി കിട്ടുന്ന ഒരു ഇതില് അങ്ങനെ ഉണ്ട്. ഒരു കട്ടിയില്ലാണ്ട് നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല കൂട്ടാൻ. കട്ടിയുള്ളപ്പോ കുറച്ച് ഗ്രീൻ ടീ അരച്ചുണ്ടാവും. ഞാൻ ഉപയോഗിക്കട്ടെ. നമ്മുടെ ഗ്രീൻ ടീ ഇതാ നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് ചൂടാറിക്കോട്ടെ. എന്നിട്ട് നമുക്ക് അരിച്ചിട്ട് കുടിക്കാം. ഗ്രീൻ ടീ
റെഡിയായി. ഇന്ന് പയറുപ്പേരിയാ, പയറുപ്പേരി, സാമ്പാർ, പപ്പടം, കോഴിമുട്ട. ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ കണ്ണൂരിന്ന് കുറച്ച് ടീംസ് വരുന്നുണ്ട്. അപ്പം മേലെ സാമ്പാർ കണ്ണൂരിന്ന് വല്യമ്മയും വല്യച്ഛനൊക്കെ വരുന്നുണ്ട്. ഐഷു ഉണ്ടാവൂലേ? ഐഷു ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഓരിങ്ങോട്ടേക്ക് വരാണ്. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു 11 മണിയാകുമ്പോൾ അവർ ഇറങ്ങിയുള്ളൂ അവിടുന്ന്. അപ്പോൾ ഒരു ഉച്ചയ്ക്കാകുമ്പോഴത്തേക്ക് എത്തിയിരിക്കും. കാരണല്ലായിരുന്നു, അപ്പോൾ വേഗം എത്താൻ മതി, അധികം ദൂരമൊന്നുമില്ല. വെളിച്ചെന്ന് ഇവിടെ എന്തൊരു എന്താ പറയുക പ്രോഗ്രാം ഉണ്ട്, പാട്ടിൻ്റെ ഭക്തിഗാനത്തിൻ്റെ. അപ്പോൾ അതിന് വരികയാണ്. അപ്പോൾ അതല്ലാതെ അമ്മമ്മേനെ സാമ്പാർ കൂട്ടാൻ വരില്ല. ഓക്കെ, അവര് ഭക്തിമാർഗത്തിലാ, നോൽമ്പാണ്, കോഴിമുട്ട കണക്കാണേ. എനിക്ക് നോൽമ്പൊന്നുമില്ല. ഞാൻ എടുക്കാറുണ്ടായിരുന്നു സാധാരണ. അതുകൊണ്ടാണ് ചിക്കനും മീനൊന്നും വാങ്ങാത്തത്. മീനും ചിക്കനും തിന്നാനാ വരിക. ഇവിടെ ഇതുവരെ കറണ്ട് വന്നിട്ടില്ല. ഇനി എപ്പോഴാണാവോ വരിക? കഷ്ണം മുറിക്കല് കഴിഞ്ഞു. കറണ്ട് വരണ്ടേ? കറണ്ട് വരാതെ രക്ഷയുണ്ടോ? എനിക്ക് നോൽമ്പൊന്നുമില്ല കേട്ടോ. ഞാൻ നോൽമ്പെടുത്തിട്ടില്ല. ഓർഡറിന് ഫുഡ് എത്തേണ്ടി വരും. കറണ്ടില്ലെങ്കിൽ അരക്കണ്ടേ? മിക്സിയിൽ അരക്കാണ്ട്, അമ്മിയിൽ അരച്ചു. വൈഫൈ കിട്ടും നമുക്ക്. വൈഫൈ പോയില്ലേ? നെറ്റാ ഇവിടെ വൈഫൈ ഒക്കെ ഉണ്ട്. വീട്ടിലെ വൈഫൈ കട്ടായി. വീട്ടില് പിന്നെ ജിയോന്റെ, ഇവിടെ ജിയോന്റെ വൈഫൈ ഒക്കെ ഉണ്ട്. വീട്ടില് BSNL അങ്ങനെ. വീട്ടില് വൈഫൈ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായി. കട്ട് ചെയ്തല്ല, കട്ടായത് പൈസ അടച്ചിട്ടില്ല, അതാണ് പ്രശ്നം. ദാരിദ്ര്യത്തിന്റെ എന്താലേ കഴിക്കാം. കഴിക്കണം. സമയത്തിന് 10. ഇതിന് കൂട്ടാൻ കടലക്കറിയുണ്ട്. ഓക്കെ, ഞാനിത് സാധാരണ ഞാനിത് അവിടെ ആകുമ്പോ നേരത്തെ എണീക്കുന്നല്ലേ. രാവിലെ 5:45 6 മണിയാകുമ്പോ എണീക്കും. എന്നിട്ട് അടിച്ചുകഴിഞ്ഞ് തുടച്ചിട്ട് ഞാൻ വേഗം ഗ്രീൻ ടീ ഉണ്ടാക്കും. അത് കുടിച്ചിട്ട് 9 മണിക്ക് ആകുമ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കുക. ആ ടൈം ഇവിടേക്ക് വന്നപ്പോ ഞാൻ ഉറങ്ങി. 9:30 എണീച്ചു. ഞാന് ഇവിടെ വന്നപ്പോ അമ്മച്ച വന്നിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ട്. ഞാൻ 8 മണിക്ക് 5 മണിക്ക് എണീച്ച് ഫോണ് ചാർജിലായിരുന്നു. ഫോണ് ചാർജിൽ നിന്ന് ഊരി മറന്നുപോയി എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ 5 മണിക്ക് എണീച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത് കുറച്ചു നേരം ഫോൺ നോക്കി, പിന്നെ കിടന്നുറങ്ങി. പിന്നെ അമ്മച്ച 8 മണിക്ക് വന്നിട്ട് എന്നെ വിളിക്കാൻ വന്നു. ഞാൻ വാതിൽ തുറന്നിട്ട് അപ്പോൾ ഇവിടുത്തെ ഈ ജനലിന്റെ വെളിച്ചം ഭയങ്കരമായിട്ട് ഈ റൂമിലാണ് ഞാൻ കിടക്കുക. അപ്പോൾ ആ റൂമിലേക്ക് എന്താ പറയുക വെളിച്ചം അടിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഫുൾ ഇരിടാവുന്നു, എന്നാലും എനിക്ക് ഉറങ്ങാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അമ്മച്ചനോട് പറഞ്ഞു വാതിലടയ്ക്കൂ പ്ലീസ്. അപ്പോൾ അമ്മച്ച എണീക്ക് മതി എന്നൊക്കെ പറഞ്ഞു. അലടച്ച അമ്മച്ചൻ പോയി. അമ്മച്ച ഇവിടെ ഇല്ല, അമ്മച്ച വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വരികയും. ഇവിടെ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, കിടന്നുറങ്ങുക. എങ്ങനെ ഇപ്പൊ ഗൈസ് ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞു. നമ്മൾ കുറച്ച് 5 മിനിറ്റ് ഫുഡ് കഴിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. ഇവിടെ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. കറണ്ട് ഉണ്ട്, നമുക്ക് സിനിമയൊക്കെ കണ്ടിട്ട് TV ഉണ്ട്. സിനിമയൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ കഴിച്ചിട്ട് വരാം ഗൈസ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരാനുണ്ട്, ഒന്ന് അടിച്ചു വാരണം.
ഞാൻ എനിക്ക് ഇവിടുത്തെ പുറത്തത്തെ അന്തരീക്ഷം ഒന്ന് കാണിച്ചു തരാം. ഇത് വെളിച്ചെണ്ണയല്ല കേട്ടോ. ഇതെന്താ സാധനം പറഞ്ഞു കൊടുക്ക്. ഇതെന്താ സാധനം എന്ന് പറഞ്ഞു കൊടുക്കും. ഇത് കഞ്ഞിക്കോർക്കല, ചായപ്പൊടി, തുളസി എല്ലാം കൂടെ 2 ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ച് വറ്റിച്ച് അതൊരു ഗ്ലാസ്സാണ്. എന്നിട്ട് അത് നല്ലോണം കയ്യോണ്ട് പിഴിഞ്ഞ് അരിച്ച് സ്പ്രേൻ്റെ കുപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ തലയ്ക്ക് സ്പ്രേ ചെയ്യാം. അങ്ങനെ ചെയ്താൽ മുടി ഉണ്ടാവും, ഞാൻ ഗ്യാരണ്ടി. കാരണം എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഗ്യാരണ്ടി പറയുന്നത്. ഉറക്കം വരുന്നു. ഇനി ഉറങ്ങി 10 മണിവരെ കിടന്ന് ഉറങ്ങിയിട്ട് പക്കുളിയൊക്കെ കഴിഞ്ഞു, എല്ലാം സെറ്റായി. ഇവിടെ അത്രയും നേരമായിട്ട് കറണ്ട് വന്നില്ല. ആ സമയം 2:45. ഇതുവരെ കറണ്ട് വന്നിട്ടില്ല. ഇനി ഏത് സമയത്താണോ വരും? എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. ഗൈസ് നോക്കൂ, ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇഷ്ടക്കണക്കിന്. രാത്രിക്ക് പിന്നെ നോക്കണ്ട, കുറേ ഉണ്ടാവും. 1 2 3 4 ആൾക്കാരുണ്ട്. നമുക്ക് പുറത്തൊന്നും ചെരുപ്പിടാൻ പറ്റില്ല. ചെരുപ്പൊക്കെ ഇവിടെ അകത്തയച്ചിട്ടില്ല. ഇവർ കാരണം നമുക്ക് പുറത്തൊന്നും ചെരുപ്പ് വെക്കാൻ പറ്റില്ല. എല്ലാം കടിച്ചുണ്ടാവും. 1 മിനിറ്റ് കൊണ്ട് പോകും. ഇപ്പം നമ്മളിപ്പം ചെരുപ്പ് എന്താ പറയുക കഴിച്ചിട്ട് അകത്തേക്ക് കയറിയതാണേ പിന്നെ വന്ന് നോക്കുമ്പോഴത്തേ ആ ചെരുപ്പ് അവിടെ കാണില്ല. എല്ലാം കടിച്ചു വഹിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ പുറത്തൊന്നും ചെരുപ്പ് അയച്ചു വെക്കല്ല. കറണ്ട് വരാത്തതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കറണ്ട് വരാത്തതിനെ കുറിച്ച് പറയാനുള്ളത്, ഞാൻ ആകെ കഷ്ടപ്പെട്ടു. സാമ്പാറിലേക്ക് അരയ്ക്കാൻ കഴിഞ്ഞു. പൊടി സാമ്പാർ അയ്യോ ഇവിടുത്തെ കോലം കാണണ്ട. എന്താ ഇത്ര വൈകിയേ? ഹായ് ഗൈസ്, ഞങ്ങൾ വന്നു. എന്താ ഷൂ ഒക്കെ കൈമ പിടിച്ചോണ്ടിരുന്ന്? എന്താ പരിപ്പോടെ ഗൈസ്, അമ്മ വന്നു. ഹായ്. അപ്പൊ സമയം 9 മണി ആയിട്ടുണ്ട്. നമ്മളൊരു ഫേസ് പാക്കിനുള്ള പരിപാടിയിലാണ്. നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. നമുക്കിതാ കാപ്പിപ്പൊടിയുണ്ട്, അരിപ്പൊടിയുണ്ട്. അത് വെച്ച് നമുക്കൊരു പാക്ക് ഉണ്ടാക്കിയെടുക്കാം. കാപ്പിപ്പൊടി 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 കാപ്പിപ്പൊടി. ഗായ്സ് അങ്ങനെ കാപ്പിപ്പൊടി ആദ്യം അരിപ്പൊടി ഇരുന്ന് മിക്സ് ചെയ്യണം. ആദ്യം അരിപ്പൊടി എടുക്കുക. ഒരു സ്പൂൺ എടുക്കുമോ? സ്പൂൺ ഇരുണ്ട് സെറ്റാണ്. എത്ര സ്പൂണാ? 2 സ്പൂൺ. അത് മതിയാവോ? ഒന്നും കൂടി കുറച്ചിടല്ലേ? എന്താ ഇതിന്റെ കൃത്യമായ അളവൊന്ന് ചോദിക്കുന്നത്. മതി, ഓവറാക്കണ്ട. ഇനി ഇതിലേക്ക് എന്താ മിക്സ്? 2 സ്പൂണ് ഇതും പാൽ. നമ്മള് പാല് ചേർക്കും. കുറച്ച് മതിയാവൂലേ? ജസ്റ്റ് അത് ഇളക്കി കൊടുത്തോണ്ട് വെക്ക്. കുറച്ചിളക്ക്. ഇതുപോലെ ചോക്ലേറ്റ് ആക്കുന്ന പോലെ ഉണ്ട് ഗൈസ്. പുറത്താണ് ഇല്ലെങ്കിൽ പാല് വേണം. ഒന്ന് നോക്കി പോണം. ഇതെന്തെങ്കിലൊക്കെ നടക്കും.
കുറച്ചുകൂടി വേണം. ഓക്കെ ആയിരിക്കും. നല്ല പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട് ഗൈസ്. അതായത് ഒരു മുഖത്ത് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം വേണം തിന്നാൻ തോന്നുവാണോ? നമുക്കിത് തേക്കേനി. ഓക്കെ, നമ്മൾ എന്ത് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും അത് കഴുത്തിലും കൂടെ യൂസ് ചെയ്യണം, ഫേസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടില്ല. നോട്ട് ദി പോയിന്റ്. പോകാം. ടാറ്റാ. നോക്കി പോണേ, വിളിക്കണേ. നമ്മൾ ബ്യൂട്ടീഷ്യനെ കുടുംബടക്കം ഫേസ് പാക്ക് ഇട്ടിട്ട് ഇത് കണ്ണിന്റെ കോളേജിലൊക്കെ ആക്കാൻ പോണേ. അങ്ങനെ ഒരിക്കലും നമ്മൾ പാക്ക് ഇടാൻ പാടില്ല. കണ്ണിന്റെ അവിടെ ഉള്ള സോഫ്റ്റ് സാധനം അത് നമ്മുടെ കണ്ണിന്റെ ഇവിടെ ഇങ്ങനെ കറുപ്പാണ്. ഇവിടെ ഇങ്ങനെ അത് കറുപ്പ് ഇതിട്ടിട്ട് മാറൂല. ഇല്ല. കണ്ണിന്റെ കറുപ്പ് വേറെ തന്നെ പാക്കും ക്രീമെല്ലാം ഉണ്ട്, അതിന് ഇടണം. ഇതുമ്പള് എന്താ പറയാ, കണ്ണിന്റെ അവിടെ ഉള്ള സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര, അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് അത് കഴുകുമ്പോ വലിയാൻ തുടങ്ങും, അപ്പൊ ചുളിവ് വരും. ഇതൊക്കെ മനസ്സിലാക്കണം അല്ലേ? നമ്മൾ പാക്ക് ഇട്ട് കഴിഞ്ഞു. കുറച്ചു നേരം അത് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ബ്യൂട്ടീഷ്യന് ബ്യൂട്ടി ചെയ്തു. അമ്മമ്മക്ക് പോവാണ്ടാവും. അമ്മമ്മ നാളെ രാവിലെ തേച്ചോളാം. ഓക്കേ ഗൈസ്, അപ്പൊ നമ്മള് പാക്കൊക്കെ കഴുകി ഫൈനലി ഇങ്ങനെയാണ്. അപ്പൊ ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കാം, ഉറങ്ങണം. ഫുഡ് കഴിക്കാം ഗൈസ്. നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. ഗൈസ്, നമ്മളെല്ലാരും ഫുഡ് കഴിക്കാണ്. പപ്പടം കടിച്ചിട്ടാ കോഴിമുട്ട. ഹലോ, അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.